ഫോർട്ട് കൊച്ചിയിൽ അലി അക്ബർ ഷായുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഇന്ന് കൊച്ചിയിലെ കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞി കത്തിക്കില്ല, പകരം ഗാലാഡിയുടെ പപ്പാഞ്ഞി ആയിരിക്കും കത്തിക്കുക. അലി അക്ബർ ഷാ ഫോർട്ട് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. ഫോർട്ട് കൊച്ചിയിലും പുതുവത്സരത്തെ വരവേൽക്കാൻ ആൾക്കൂട്ടം എത്തിക്കഴിഞ്ഞോ? ഒരു ഉത്സവാന്തരീക്ഷമാണ് കോഴിക്കോടും തിരുവനന്തപുരത്തുമെല്ലാം. നാടിന്റെ പലയിടങ്ങളിലും ആളുകൾ എത്തുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഒരു വലിയ ആൾത്തിരക്കുണ്ടാവും. പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അലി അക്ബർ ഷാ? അരുൺകുമാർ, എന്നെ അവിടെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത്രയും ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വലിയ നൃത്തത്തിന്റെ നടുക്കാണ്. എന്റെ ചുറ്റും ഡാൻസ് ചെയ്യുന്ന യുവാക്കൾ, അവർക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് ഇപ്പോഴും ഫോർട്ട് കൊച്ചി കടന്നിട്ടില്ല. പക്ഷെ അപ്പോഴും വന്ന ആൾക്കൂട്ടം അവര് വൈബാണ്, ഫുൾ ഓണാണ്. അത്രയും ഗംഭീരമായ ഡാൻസിന് നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഫുൾ ഓണല്ലേ? ന്യൂ ഇയറിന് മൊത്തം കംപ്ലീറ്റ് സെറ്റ് അല്ലേ? ഇതാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു യൂത്തിന്റെ ഒരു വലിയ കൂട്ടമാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും വലിയ ആൾക്കൂട്ടത്തെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. വെളി ഗ്രൗണ്ടിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ 2 പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ആദ്യം കോടതി അനുമതി നൽകിയിരുന്നു. പിന്നീട് അത് ഒരു പാപ്പാഞ്ഞിയിലേക്ക് ചുരുങ്ങി വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി മാത്രമേ കത്തിക്കൂ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും വെളി ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വെളി ഗ്രൗണ്ടിലേക്ക് ഇനിയും വരാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് വന്നാൽ ഇവിടെ എത്തിച്ചേരാം. കാരണം അത്രയും തിരക്കാണ്, ഗതാഗത നിയന്ത്രണമാണ്. പോലീസ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000-ലധികം പോലീസുകാരാണ് നിയന്ത്രണത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. മറ്റെല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാണ്. ഞാൻ ഈ നിൽക്കുന്നതിന്റെ, അതായത് യുവാക്കളുടെ നൃത്ത ചുവടുകൾക്ക് കുറച്ചപ്പുറത്താണ് പാപ്പാഞ്ഞി സജ്ജമായിരിക്കുന്നത്. എന്തായാലും ഫോർട്ട് കൊച്ചി ഫുൾ ഓണാണ് അരുൺകുമാർ. 12 മണിയോടുകൂടി ഈ വർഷത്തിന്റെ എല്ലാ വേദനകളും പാപ്പാഞ്ഞി കത്തി അമരുന്നതിലൂടെ എരിഞ്ഞമരും. അതിനുശേഷം ഒരു പുതുവത്സരത്തിന്റെ എല്ലാ ആഘോഷത്തിലേക്കും ഫോർട്ട് കൊച്ചി കടന്നു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ന്യൂ ഇയർ ആഘോഷം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്താണ്? അടിപൊളി അടിപൊളി, വേറെ വൈബ്, വേറെ വൈബ്. ഓ സൂപ്പർ സൂപ്പർ. ഓ മലപ്പുറം. അരുൺകുമാർ, മലപ്പുറംകാരുൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മുടെ സ്വന്തം പാലക്കാട്. പാലക്കാട്, മലപ്പുറം എന്ന് വേണ്ട, കേരളത്തിന്റെ അങ്ങ് തൊട്ട് ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിന് പുറത്തു നിന്നും അങ്ങനെ കൊച്ചി ഫുള്ളോണാണ് അരുൺകുമാർ. എത്ര കണ്ടാലും മതിയാകില്ല, അത്രേ ഉള്ളൂ. അതായത് കാർണിവൽ, പുതുവത്സരാഘോഷം, അത് കൊച്ചിയിൽ തന്നെയാണ്. ഇവിടെ ആഘോഷത്തിന്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞു. 12 മണിയോടുകൂടി നടൻ വിനയ് ഫോർട്ട് ഇവിടെ എത്തും. അദ്ദേഹമാണ് ഇവിടെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ കാർണിവലിന്റെ പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തും. അതോടുകൂടി ഈ വർഷത്തിന്റെ എല്ലാ വേദനകളും കത്തിച്ചു കളഞ്ഞുകൊണ്ട് സന്തോഷകരമായ ഒരു പുതുവത്സരത്തെ ഞങ്ങൾ വരവേൽക്കും. മലയാളികൾ വരവേൽക്കും, ലോകം വരവേൽക്കും. ഇവിടെ ഇതാ മുഴുവൻ നൃത്തച്ചുവടുകളാണ്. അലി ഇപ്പോഴേ നൃത്തച്ചുവടുകൾ വെച്ചാൽ ഇനിയും ഒരു 4 മണിക്കൂർ ന്യൂ ഇയറിന്. അപ്പോഴേക്ക് തളഞ്ഞില്ലേ ഇവർ? ഇവിടെ ഒരു തളർച്ചയുമില്ല. ടയർഡായോ? ഇവിടെ ആരും ടയേർഡായിട്ടില്ല. ഇവിടെ ഫുൾ ഓണാണ്, മുഴുവൻ ആഘോഷമാണ്. എന്തായാലും 12 മണിയോടുകൂടി ഈ ആഘോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തും അരുൺകുമാർ. ഏതാണ്ട് ന്യൂ ഇയർ സമയത്ത് നമ്മൾ കാണുന്ന ആഘോഷം 4 മണിക്കൂർ മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നു. 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്, ഇനിയും 4 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. പക്ഷേ യുവത്വം ആഘോഷിക്കുകയാണ്, നാടെങ്ങും ആഘോഷമാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും അലി അക്ബർ ഷായ്ക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ഇപ്പോഴും നൃത്തച്ചുവടുകളുമായി 2025 വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ നവവത്സരാഘോഷത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒപ്പം നിൽക്കുക.